ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഭയങ്കരമായിട്ടുള്ള കളിയാണ്. ഫുട്ബോൾ ഈ ഒരു മുറ്റത്താട്ട കളിക്ക് ഇവിടെ മാത്രമുള്ള കുറച്ച് സ്പേസ് ഉള്ള ഒരു ഏരിയ. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ കളി. നമ്മളെ പന്തടിക്കുമ്പോൾ നമ്മുടെ മണലൊക്കെ സിറ്റോട്ടേക്ക് തെറിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ചായ ഒക്കെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ ഒരു പരിപാടിയാണ്. അപ്പം ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്താ പറയാ, എല്ലാവരും സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്നെന്തോ സ്കൂളിൽ പോകാമെന്ന് വെച്ചാലില്ല, എനിക്ക് ഭയങ്കര പനി. ഇന്നലെ രാത്രി കൊണ്ട് എന്തോ ഒരു സ്വപ്നമൊക്കെ കണ്ട് നീറ്റിട്ട് വിറയല് പനിയൊക്കെ ആയിട്ട് ഞങ്ങൾ 3 മണിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പം എന്താ പേടിച്ചിട്ടാണ് കേട്ടോ നീറ്റത്. എന്താ സ്വപ്നം കണ്ടു വെച്ചപ്പോൾ 3 പ്രേതം എന്ന് പറഞ്ഞത്, ഒന്നൊന്നല്ല 3 എണ്ണമാണ് കണ്ട്. അങ്ങനെ ആ പ്രേതം ഞങ്ങളുടെ ഉറക്കം കളഞ്ഞു. രാവിലെ ഭയങ്കര ഉറക്കമപ്പ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറങ്ങിയിട്ടൊക്കെ ഇട്ടപ്പോൾ നീറ്റിട്ടുള്ളത്. അപ്പൊ നമ്മളിത് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്നാക്സ് എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ കുറെ നേരം ആലോചിച്ചു കേട്ടോ. അപ്പൊ പഴം ഉണ്ടായിരുന്നു, പഴം ബ്രെഡൊക്കെ ഉണ്ട്. അത് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇസുവിന് പഴം ഭയങ്കര ഇഷ്ടമാണ്. ഓനിക്ക് വിശക്കണ സമയത്തൊക്കെ ഓൻ തന്നെ എടുത്ത് കഴിക്കൂട്ടോ. അപ്പൊ നമ്മൾ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ശർക്കരയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാറാണ് പഴം. ഇന്നിപ്പോ ഞാൻ ആവി കയറ്റി പുഴുങ്ങാന്നാട്ടോ വിചാരിക്കണത്. അല്ലെങ്കിൽ ഞാൻ ഉപ്പിട്ടിട്ട് പുഴുങ്ങാറുണ്ട്. ഇന്നിപ്പം ഉപ്പും ശർക്കരയൊന്നും ഇല്ലാതെ ജസ്റ്റ് വെറുതെ നമ്മൾ ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം വേവിക്കുമല്ലോ, ഇങ്ങനെ വെള്ളത്തിലിടാതെ ആവി കയറ്റി എടുക്കാൻ വിചാരിച്ചിട്ടോ. നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് അത് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കുറച്ച്. ഞാൻ എപ്പോഴും ലൈറ്റായിട്ട് ചായ ഉണ്ടാക്കണം എന്നിട്ടോ വിചാരിക്കുക. പക്ഷെ പൊടി ഇടുന്ന സമയത്ത് അത് ഭയങ്കര കടുപ്പായിട്ട് പോകും. ഞാൻ വീട്ടിലെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചിടുമ്പോഴത്തേനും വല്ലവോക്കിലെ കടുപ്പാവും അത്. പിന്നെ എന്താ പറയാ, നമ്മൾ മക്കൾക്ക് ഇതൊക്കെ എപ്പോഴും ചായ കുടിച്ചും കൊണ്ടാണ്. അപ്പൊ നമ്മളെ കടുപ്പത്തിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതെപ്പോഴും തെറ്റിപ്പോവേ. അപ്പൊ നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ കുറച്ച് മൈദയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. സാധാരണ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കാറെന്ന് വെച്ചാൽ മൈദക്ക് പകരം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. അത് നമ്മുടെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൈദ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷണം എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ മുട്ടയൊക്കെ കഴിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയാ, ഉപ്പിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് നമ്മളിത്. അപ്പൊ മധുരമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും മധുരമുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുത്ത് കഴിക്കണ ഒരുക്കും ഉണ്ടാക്കണ നമുക്കും മട്ടിക്കും മീൻസ് എന്ന് പറഞ്ഞാൽ ചടക്കും, അങ്ങനെയൊക്കെ പറയില്ലേ ആ സംഭവം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എന്താ ലൂസും കുറച്ച് തിക്കും അങ്ങനെ വേണം അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് ഇതേ ഓരോന്ന് അതിൽ മുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിയൊക്കെ കയ്യിൽ പിടിക്കാൻ കിട്ടും. കാരണം അത് ബ്രെഡിൽ ഒട്ടൂല. അപ്പം അത് ബ്രെഡിന്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ബ്രെഡായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഫ്രൈ ആവട്ടത്, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോഴേക്കും നമ്മൾ ചെക്കൻ ചട്ടിക്ക് തലട്ടൊക്കെ കൊണ്ടിട്ട് എന്താ ഞാൻ ഇവിടെ ഉണ്ടാക്കണെന്ന് അറിയായിട്ടും എനിക്കൊരു സമാധാനമില്ല. അപ്പൊ നമ്മുടെ മൈദയുടെ ബാറ്റർ ഭയങ്കര തിക്കാവാതെ നോക്കണം. അപ്പൊ വേവാൻ കുറച്ച് പണിയെടുക്കുക തിക്കായാല്. എന്നാൽ അത്യാവശ്യം ലൂസ് ആവാനും പാടില്ല, ഒരു മീഡിയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം. അപ്പം എന്താ പറയാ, ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊന്ന് വേർപ്പെടുത്തിയിട്ടൊന്ന് മറിച്ചിടാന്ന് കരുതിയിട്ട് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കി, പക്ഷെ വരുന്നില്ല കേട്ടോ. അപ്പൊ 2 ഞാൻ വേർതിരിച്ചെടുത്തു. പക്ഷെ ഈ 3 പിരിക്കണില്ല എന്ന് കരുതിയിട്ട് മറിച്ചിടാൻ നോക്കിയത്. പക്ഷെ ഒരു പിരിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരെയും ഞാൻ വേർപെടുത്തിയിട്ടുണ്ട്. ഇത് എന്താ പറയാ, നമുക്ക് എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവില്ല, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നമ്മളിത് ഫസ്റ്റ് ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട തൊട്ടടുത്ത് എനിക്ക് വേണം ആദ്യം എന്നൊക്കെ പറയണ്ടേ. അഥവാ ഞാനെങ്ങാനും ചെയ്യാൻ ഫസ്റ്റ് കൊടുത്താലോ എന്ന് എഴുതിയിട്ടാണ്. അതിന് നമുക്ക് ബാക്കി 3 ബ്രെഡും കൂടെ ഉണ്ട്. അത് നമുക്ക് ബാറ്ററിലിട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ സൈഡിൽ മാത്രമായിട്ട് നിൽക്കുള്ളൂ. സെന്ററിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുവേ. അപ്പം ഞാൻ സൈഡിൽ കൂടെയാണ് വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ മറിച്ചിടുന്ന സമയത്ത് ചട്ടിയാകെ എന്തൊക്കെയായിട്ടുണ്ട്. ബാക്കിയുള്ള മൈദയും കൂടെ അതിന്റെ മേലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പഴം പുഴുങ്ങി മലങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഴത്തിനൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴുപ്പ് കുറവുള്ള പഴമാണ് കേട്ടോ. കുറച്ച് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോ തീരെ പഴുക്കായില്ല, എന്നാ എന്താ വെച്ചാൽ നല്ല പഴുത്തോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു പഴമാണ്. അങ്ങനെ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് കുറച്ച് മോഡേൺ ആയിട്ട് എടുത്തിടാന്ന് കരുതി. അപ്പൊ നോക്കുമ്പോൾ സ്പൂണിൽ അങ്ങോട്ട് കയറാൻ ഭയങ്കര മടിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കൈ എടുത്തിടാന്ന്. അങ്ങനെ കൈ വെച്ചപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴം പുഴുങ്ങിയത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
അങ്കർ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് ഉണ്ടാക്കണമെന്നല്ല പണി, ഇവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ പ്ലേറ്റ് വലിയ പ്ലേറ്റിൽ വെച്ചാൽ ഇസുവിന് വലിയ പ്ലേറ്റ് വേണം എന്നിട്ട് ഇസു വലിയ പ്ലേറ്റ് ഇങ്ങോട്ട് നീക്കി മറ്റേത് ഓനക്ക് നീക്കി കൊടുത്തിട്ടോ. അപ്പോഴേക്കിന് സയാൻ എനിക്ക് ഓനത് തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓന്റെ വിചാരം ഓനത് ഫുള്ള് തിന്നുന്നതാണ്, പക്ഷെ ഓനത് തിന്നൊന്നുമില്ല. പക്ഷെ അതിന് വേറെ ആരെങ്കിലും എടുക്കണതും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നമ്മള് ഒക്കെ ചൂടാണ് കേട്ടോ, അതുകൊണ്ടൊന്നും തൊടാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ നമ്മള് സയാനും വെള്ള പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വെള്ള പ്ലേറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ എപ്പോഴും അടിയാണ് കേട്ടോ. അപ്പൊ അതിന് 3 എടുത്തതിനാണ് മറ്റവൻ കരയണത്, അത് ഫുള്ള് ഉക്കുവാണെന്നൊക്കെ ആയിട്ട് പറയണത്. അതിന് തെറ്റൊക്കെ ചെയ്യുവേ. പിന്നെ നമ്മളിങ്ങനെ സോപ്പ് ഇട്ടിട്ട് പറഞ്ഞാൽ ഇസു കേൾക്കൂട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു തിരക്കാണ്. പിന്നെ എന്താ പറയാ, സ്നാക്സിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് വെച്ചാല് അത് നമ്മൾ ഉണ്ടാക്കിയപ്പം കുറച്ച് തിക്കായിട്ടോ ബാറ്റർ, അപ്പൊ ഒന്ന് ലൂസാവായിരുന്നു തോന്നി. പിന്നെ മുളക് പൊടി കുറച്ചും കൂടെ അധികം ഇട്ട് കഴിഞ്ഞാല് നല്ല എരിവുണ്ടാവും. അപ്പൊ കട്ടനും ചൂടുള്ള കട്ടനും നമ്മുടെ സ്നാക്സ് ഒക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആവും. പിന്നെ എന്താ പറയാ, എനിക്ക് ഒന്നും കൂടെ മൊരിക്കായിരുന്നു തോന്നിട്ടോ. അപ്പം ഇസു നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ, അവൻ ഇങ്ങനെ കടിച്ച് തിന്നുണ്ടായിരുന്നു. സയാന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും പഴം പുഴുങ്ങിയത് ലാസ്റ്റ് 1-2 ഒക്കെ കഴിച്ചോളൂ. ഞാൻ വിചാരിച്ചു ഇസു ഇത് കഴിക്കണ്ടാവില്ല, ബ്രെഡ് പഴമായിരിക്കും കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ ഓനക്ക് ബ്രെഡ് ഇഷ്ടമായതുകൊണ്ട് ഓൻ അങ്ങനെ കഴിച്ചു. അപ്പം ഉണ്ടാക്കാട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ മേപ്പിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ ചായയുടെയും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് അതിന് വേണ്ടി വന്നതാണ്. ഇത് നമ്മൾ കോഴിക്കോട് പോയപ്പോ മുട്ടായി തെരുവെന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞാനിതിന്റെ വക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാന്ന് കരുതിയിട്ട് ഇതിങ്ങനെ എടുത്താണ്, ഉപ്പാക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതിനിപ്പോ ലുങ്കി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ കണ്ടങ്ങൾ ഇതിവിടെ ഇങ്ങനെ കട്ടായിട്ടുണ്ട്, വെറുതെ അല്ല പോലെ നമുക്കിത് പൈസക്ക് വില കുറച്ച് തരുന്നു കേട്ടോ. ഒന്നും കാണാത്ത ശങ്കരൻ തെങ്ങുമ്പോ കൂറില്ല എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉടായ്പുണ്ടാവും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കീറിയതുകൊണ്ട് അത് പെട്ട സെയിലാവൂല. അപ്പൊ നമ്മൾ നിർത്തി നോക്കും ചെയ്തിട്ടില്ല കടയിൽ നിന്ന്. അപ്പൊ എന്താ പറയാ, അത് കണ്ടില്ല. അതുകൊണ്ട് നമ്മുടെ എന്താ പറയാ, ഇപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മേലക്കാക്കി എടുക്കാട്ടോ. അത് നമ്മളിങ്ങനെ മുണ്ടെടുക്കുമ്പോൾ മേൽഭാഗത്താക്കിയാൽ ഷർട്ടൊക്കെ വരുമല്ലോ, അപ്പൊ അത് കാണുമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ കീറിയത് എന്തെങ്കിലും കണ്ടിങ്ങനെ വലിച്ചു കയറാൻ തോന്നും കേട്ടോ. ഒരു സൈക്കോ ആണ് ഞാൻ. അങ്ങനെ ഇത് നമ്മൾ അവിടെ നിന്ന് മുട്ടായി തെരുവെന്ന് വാങ്ങിയത് തന്നെയാണ്. എന്താ പറയാ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് 250 മാത്രമേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം ആ ഒരു വിലക്കൊക്കെ നമുക്ക് എന്താ പറയാ കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, നമ്മുടെ പർദ്ദയുടെ ടൈപ്പ്. ഞാൻ അതിന്റെ സ്റ്റിച്ചൊക്കെ എങ്ങനെയുണ്ട് നോക്കാട്ടോ. ബട്ടൺസും സ്റ്റിച്ചൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, പെട്ടെന്ന് പോരൊന്നുമില്ല. പിന്നെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയാ ഞൊറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. പിന്നെ കയ്യിൽ അലാസ്റ്റിക് ഉണ്ട്. അപ്പൊ ഞാനതൊന്ന് വലിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിൽ വിരലിട്ടോ. ഇപ്പൊ വിരലാണെങ്കിൽ നമ്മൾ കുളത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ എന്താ പറയാ സെറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ മൊത്തത്തിൽ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് സെറ്റ്. അപ്പൊ 250 രൂപക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നല്ലതും എന്തൊക്കെ ചീത്തതുമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ട് മുട്ടായി തെരുവില്. നമുക്ക് ഇങ്ങനെ കുറെ ടൈം എടുത്ത് തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം അവിടുന്ന് വാങ്ങാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പം താത്താരൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഇപ്പൊ താത്താൻ്റെ ആണ് കേട്ടോ. അപ്പൊ അത് താത്താക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് മിഷീനൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റാക്കുകയാണ്. അപ്പൊ മെഷീൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കണതിന് മുന്നേ ആയിട്ട് ഓയിലൊക്കെ കൊടുക്കണം. പിന്നെ ഞാനിതിന്റെ മോട്ടറൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കാം കേട്ടോ. ഞാനിപ്പം ട്യൂബ് ലൈറ്റിന്റെ അടിയിലാണ് മെഷീൻ ഇട്ടിട്ടുള്ളത്. കാരണം ഇപ്പം ഇരുട്ടാവാനല്ല മരിവൊക്കെ ആവാനായിട്ടുണ്ട്, വെളിച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ട്യൂബ് ലൈറ്റിന്റെ അടിയിൽ ഇട്ടാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ജനലിന്റെ അവിടെ കൊണ്ടുപോയിടണം കേട്ടോ. ഈ വയറ് അങ്ങോട്ട് എത്തുകൊണ്ട് ജനലിന്റെ അവിടെ കൊണ്ടുപോയിടാം. അപ്പൊ നമുക്ക് നല്ല സൂര്യന്റെ വെളിച്ചം തന്നെ ധാരാളമായിട്ടുണ്ടാവും. പിന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ വള്ളിയിട്ടിട്ടാണ് കേട്ടോ അടിക്കാറ്. ഇങ്ങനെ ചവിട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പം ഏതോ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ വള്ളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഊരി മാറ്റി നമ്മുടെ മോട്ടറിന്റെ വയറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ മോട്ടർ നല്ല ലൂസാണ് കേട്ടോ. അത് കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ലൂസാവും. അപ്പൊ നമ്മളൊരു കത്രികയുടെ തലപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാറ്. എന്റെ സ്ക്രൂവിന്റെ ബോക്സ് ഒക്കെ മക്കളൊക്കെ എവിടേക്കോ കൊണ്ടിട്ടിരിക്കാം കേട്ടോ. ചെറിയൊരു സ്ക്രൂ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കത്രികയുടെ ഒരു തലപ്പ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യാറ്. പിന്നെ സൂചിയൊക്കെ വെക്കുക ഞാൻ കത്രികന്റെ ഒരു തലപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. സൂചിയൊക്കെ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ 2 സൈഡ് കിട്ടി മെഷീന്റെ ഒരു സൈഡിൽ നിന്ന്. അത് ഞാൻ ടൂർ പോകണമെന്ന് കുറെ തിരഞ്ഞു കേട്ടോ, പക്ഷെ കണ്ടില്ല, ഇപ്പോഴാണ് കിട്ടിയത്. ഇവിടെ നോക്കിയിട്ടില്ല, ഞാനതാണ് കാണാറുതിരുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എന്താ പറയാ നൂല് തിരയുകയാണ്, വെള്ള നൂലാട്ടോ. നമ്മൾ ആദ്യം ലുങ്കി സ്റ്റിച്ച് ചെയ്യാന്നാ വിചാരിക്കണേ. അപ്പൊ അതിന്റെ വക്കടിക്കാനും നമ്മുടെ കീറിയത് അടിക്കാനും ഒക്കെയാണ്. അപ്പൊ നമ്മളെ എന്താ പറയാ ഈ ബോബിന് നൂല് ചുറ്റുമ്പോ ഞാൻ ഈ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റാറ്. പിന്നെ എന്താ പറയാ ഇറുക്കിലൊക്കെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഈ മെഷീൻ വാങ്ങുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് കുറെ കഴിഞ്ഞപ്പോൾ അത് കേടന്നു. കുട്ടികളൊക്കെ സ്ക്രൂ പിടിച്ച് തിരിച്ചിട്ട് എങ്ങോട്ടൊക്കെ പോയത്.
അപ്പം എൻ്റെ അടുത്ത് കമന്റിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ചിങ് പഠിച്ചതെന്നൊക്കെ. ഞാൻ ചെപ്പശ്ശേരിയുള്ള നീമാസ് ഫാഷൻ ഡിസൈനിങ് സെന്റർ എന്നൊരു സെന്റർ പോയിട്ടാണ് സ്റ്റിച്ചിങ് പഠിച്ചത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് സ്റ്റക്കായി. പക്ഷെ ഞാൻ ബേസ് പഠിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു തലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം കേട്ടോ. ചെറുതായിട്ടൊരു ബേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങും ഞാനും തമ്മിൽ റോട്ടിൽ കണ്ട പരിചയം പോലും ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു. ഞാനത് പഠിക്കുമെന്നോ ഞാനത് സ്റ്റിച്ച് ചെയ്യുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തോ ഒരു മൂഡിൽ ഞാനത് പഠിക്കാറങ്ങി അവിടെ ചെന്നപ്പോൾ ഫുള്ള് കണക്ക് കേട്ടോ. അപ്പൊ ഞാൻ കണക്കല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ കൂട്ടലും കുറക്കലും ഇത്ര ഇഞ്ചിന്റെ കൂടെ എത്ര ഇഞ്ച് കൂട്ടുക അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ശരിയാവൂല, പിന്നെ അളവെടുക്കണം, ഈ കൈക്കുഴി അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്താണെന്ന് തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. സ്റ്റിച്ചിങ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കുറെ പഠിക്കണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഇത് ശരിയാവില്ല, നമുക്ക് പഠിവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് മറ്റെന്താ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം അങ്ങനത്തെയൊക്കെ സ്വപ്നങ്ങളായിട്ടോ, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങളായേ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കൂട്ടോ, ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവം ഞാൻ പഠിച്ച് അതില് ഇപ്പൊ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്, പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചവിട്ടാൻ അറിഞ്ഞാൽ തന്നെ ഈ മറ്റെന്താ പറയാ വക്ക് മടക്കി അടിച്ചിട്ടും അതേപോലെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പൈസ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോ വല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്താലും നമുക്കൊരു സ്വന്തമായി വരുമാനം കണ്ടെത്താം. പിന്നെ അതിൻ്റെതായ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് ചാടിയത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പം അത് കൂടുതലായിട്ട് ഇഷ്ടമായി. ഇപ്പം എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തോന്നും. എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പല തുണികളൊക്കെ വെച്ചിട്ട് ഉമ്മാൻ്റെ സാരിയൊക്കെ കൊടുന്ന് വെട്ടിണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പൊ ഇപ്പൊ അതെനിക്ക് ഇഷ്ടമായി, അതാ പറയണത്. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എവിടെ എത്തിപ്പെടണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടൊരു കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്താവില്ല നമ്മളെത്തുക, നമ്മൾ ഒട്ടും വിചാരിക്കാത്ത എവിടെയെങ്കിലുമൊക്കെ ആവട്ടെ നമ്മളെത്താം. അങ്ങനെ എത്തിയതാണ് ഞാനിവിടെ. അപ്പൊ ഒരു കാര്യം പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ആയിരുന്നു. പിന്നെ കുറച്ചു നേരം വൈകുന്നേരത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് രാത്രിയാണ് കേട്ടോ. രാത്രി ഞാൻ ചോറ് വേണ്ട ദോശ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ദോശയും ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ചിരവ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിരവുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഇത് ഇങ്ങനെ പെറുക്കി തിന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ. എന്ത് എന്താ പറഞ്ഞ സഹവിന്റെ സുജൂദ് ചെയ്താലും നേരാക്കാൻ പറ്റും. സഹവിന്റെ സുജൂദാണ് ഞങ്ങൾ മദ്രസിൽ പഠിച്ചോണ്ടിരിക്കണത്. മറ്റോ കാർന്നോണ്ടിരിക്കണ്ട്. അതിലുണ്ട്, അത് കിട്ടൂല. ഇങ്ങടക്ക് ഞാൻ ചെരയിക്കോണ്ട് ഇങ്ങടക്ക് നക്കല്ലടാ. അതെ ഇസോ അത് ഫുള്ളായിട്ട് ചിരകുമ്പത്തിന് നേരം വെളുക്കും. ഇങ്ങടക്ക് ഞാൻ ചെരവിക്കോണ്ട്. ഇവിടെ മാറി മാറി. ജയാൻ ചെറിയ തേങ്ങയ്ക്ക് ഇസ് വാരി തിന്നും കേട്ടോ. ഇസ് എന്താ ഫ്രിഡ്ജിൽ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണ്ടെങ്കിൽ ഇങ്ങനെ തിന്നും. പിന്നെ തേങ്ങ ഇങ്ങനെ എന്താ പറയാ വെള്ളമുള്ള തേങ്ങ ഇങ്ങനെ കുലുക്കി വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെ കുലുങ്ങണ സൗണ്ട് ഇട്ടവും പറയും ഇതൊന്ന് കുത്തിത്തരുമെന്ന് നോക്കും. എന്നിട്ട് കുത്തിയിട്ട വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ തന്നെ കൊടുന്ന് വെക്കും. അത് തേങ്ങയുടെ വെള്ളയെ ഇവിടെ ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മള് ചട്നിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ജയാൻ ഇന്നലെ സ്വപ്നം കണ്ട് പേടിച്ചോണ്ട് ഒറ്റയ്ക്ക് എവിടെ ഇരിക്കൂല കേട്ടോ. അപ്പം പഠിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് അടുക്കളയ്ക്ക് വന്നിക്കാണ്. ഹാളിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേന്ന് കരുതിയിട്ട്. അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് പഠിക്കട്ടെ എന്ന് കരുതിയേ. അതിന് നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് പച്ചമുളകും തേങ്ങയും കൂടെ അരച്ച് കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയത്, കുറച്ച് തിക്കായിട്ട്. അപ്പൊ നമ്മുടെ ചട്നി കൈക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മാങ്ങി വെച്ചിട്ടുണ്ട്. മാങ്ങി വെക്കാൻ മീൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ദോശ ഇടാൻ പോവാണ് കേട്ടോ. ഈ രാത്രിയൊക്കെ ഞാൻ ദോശ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി നല്ല എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശയുടെ കൂടെ നെയ്യും പഞ്ചസാരയും കൂട്ടി കഴിക്കും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികൾ അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലി സാമ്പാറൊക്കെ. അങ്ങനെ നമ്മൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ മരുമിന്റെ ആ സമയത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദോശ അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ ദോശ ചെറുതായിട്ടൊന്ന് മറിച്ചിടേ. അപ്പം ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരും ഒരു സൈഡിൽ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. കുറച്ച് നെയ്യാക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പിന്നെ വല്ലാണ്ട് ദോശ മൊരിഞ്ഞൊന്നും ഇഷ്ടമല്ല. അങ്ങനെ കറുത്ത് പോയി എന്നൊക്കെ പറയും. ഒന്ന് കളർ മാറിയോ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് മൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ദോശയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ രാത്രിക്കത്തെ ഫുഡ് അങ്ങനെയായിപ്പോന്ന്.
പേടി കാരണം സയാന്റെ അടുത്തുനിന്ന് നീങ്ങണില്ല കേട്ടോ. അവന്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെയാണ് കഴിച്ചത്. അപ്പൊ ഇസുവിന് ലാസ്റ്റ് ഞാനൊരു കുട്ടി ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.